ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവാനിയുടെ കൊടും ക്രൂരതയാണ് കേട്ടോ ഈ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ശിവാനിയും അമ്മയും കൂടി ഇരുന്ന് വർത്താനം പറയണേ. അപ്പോൾ അമ്മ പറയണേണ്ടി മൊബൈലൊക്കെ റീചാർജ് ചെയ്തില്ലേ, ഇത് നിൻ്റെ അച്ഛൻ അറിയാണ്ട് ഞാൻ എടുത്ത് വെച്ച പൈസയാണ്, സൂക്ഷിച്ചു വെച്ചോ, എപ്പോഴും തരാനും നിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതിലിരുന്ന് മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കയറി വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ കയറി വന്നിട്ട് അച്ഛൻ വരെ വിളിക്കണില്ല, നമ്മുടെ നിധിയുടെ അമ്മേനെയും നിഖിലിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ വിളിച്ചിട്ട് അങ്ങോട്ട് ഇവിടെ എല്ലാം മുറിയും കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, കണ്ട ഭാര്യയും മോളൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ വിളിക്കുന്നുണ്ടല്ലേ അവറ്റോളേനെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയും മോളിൽ ഇരിക്കാനായിട്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത്ര നേരമായിട്ട് ഞാൻ കിടന്ന് വിളിച്ചു കൊണ്ട് കേട്ടില്ലേ, എന്നെങ്കിലും ചന്ദ്രിക എവിടെയെന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് ഓസി ചോറ് നിന്ന് നടക്കണേ അവരെന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളതിന് ഉത്തരം പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആരുടെ ഓസിക്ക് ഇവിടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അമ്മേനെ അടിക്കാനായിട്ട് അച്ഛൻ കൈ വാങ്ങി. അപ്പോൾ ശിവാനി തടയുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്തിനാ അമ്മേനെ അടിക്കാൻ നോക്കണേ, അമ്മ പറഞ്ഞാൽ എന്ത് തെറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശിവാനി. എന്നിട്ട് പറയാം, ഞാനും സ്വന്തം മോൾക്ക് ഇവിടെ തരാൻ പൈസ ഇല്ല, എന്നിട്ട് അവൾക്ക് എൻ്റെ ജീവിതം നാശാക്കി, അവളുടെ ആങ്ങളയ്ക്കൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ട് വാരി കോരി കൊടുക്കുക, അവരുടെ മുമ്പിൽ എന്താ ഞങ്ങളാരും ഒന്നുമല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ. അല്ലടി നിങ്ങളാരും ഒന്നുമല്ല എന്ന് പറയേണ്ട അച്ഛൻ. അതടി വയറ്റിൽ കുഞ്ഞുണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവരും പറ്റിച്ച നീയല്ലേ, നീ കുടുംബത്തിൽ നിർത്താൻ കൊള്ളില്ലാത്തവളടി. ഓ ഞങ്ങളിപ്പോൾ കൊള്ളരുതാത്തോളം അപമാനം ഒക്കെയാണ് അല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ആ നിധിനെയും എല്ലാവരെയും ഇവിടെ കൂട്ടിയോടും നിങ്ങളെല്ലാവരും അങ്ങോട്ട് സന്തോഷമായിട്ട് ജീവിച്ചോ, പിന്നെ എന്തിനാണ് ഞങ്ങളോട് പിടിച്ചു വെച്ചിരിക്കണേന്ന് ചോദിക്കണ്ടേ കേട്ടോ. രേണുക അമ്മ ചോദിക്കണ്ട്. അപ്പോൾ എന്ത് ഞാൻ പിടിച്ചു വെച്ചു വന്നാ, നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞതാ, എന്നിട്ട് പോവാണ്ട് ഇവിടെ നാണം കെട്ട് ജീവിക്കല്ലേ എന്ന് പറയണ്ട കേട്ടോ അമ്മാവൻ. കൂടെ അങ്ങോട്ട് വരുമ്പോൾ തൊളിഞ്ഞൂടെ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ ശിവാനി പറയാണ്, എന്നാൽ പിന്നെ സ്വത്ത് ഭാഗം തന്നാൽ മതി, ഞങ്ങൾ പോവാന്ന് പറയണ്ട കേട്ടോ. എന്ത് ഭാഗോ, ആഹാ നീ എന്നോട് സ്വത്തൊക്കെ ചോദിക്കാറായോടി എന്ന് ചോദിക്കണേട്ടാ അമ്മാവൻ. ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് എന്താ അഹങ്കാരത്തിലടി നീ എന്നോട് സ്വത്ത് ചോദിക്കണേ, എന്താ ചോദിച്ചാൽ നിങ്ങളെൻ്റെ അച്ഛൻ തന്നെയല്ലേ, അതിൽ നിന്ന് കളവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം അമ്മാവൻ ഇങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് ശിവാനിയുടെ കൈ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചിട്ട് മുടിക്ക് ഇങ്ങനെ കുത്തിൻ്റെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ആണ് കേട്ടോ. അപ്പം അമ്മ പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അമ്മേനെ ഭീഷണിപ്പെടുത്ത് നിർത്തിയിട്ടിട്ട് അച്ഛൻ, എന്നിട്ട് മുടിയിൽ ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ശിവാനിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലല്ലേ, വേണ്ടാന്ന് നിൽക്കുമ്പോൾ നീ അങ്ങോട്ട് കൂടി പോവുക, ഇനി നിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ നീ ഇതിലും വലിയ അപമാനം കൊണ്ടുവരുള്ളൂ, ഒരു നിമിഷം നീ വീട്ടിൽ നിൽക്കരുത്, ഇവിടുന്നെന്നും പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകണം കേട്ടോ. അപ്പം അമ്മ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛൻ അങ്ങോട്ടും പിടിച്ച് വലിക്കുന്നുണ്ട്, രണ്ടുപേരും ഗംഭീര പിടിവലിയാണ് കേട്ടോ ശിവാനിയുടെ വലിക്കുക. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അന്ന് എൻ്റെ പെങ്ങളുടെ മുഖത്തേക്ക് നീ ചായ ഒഴിച്ചില്ല, അപ്പം തന്നെ ഇവിടുന്ന് തുരത്തേണ്ടതാ, അത് അപ്പം പറ്റിയില്ലേ, ഇനി ഒരു നിമിഷം ഇവിടെ നിർത്തരുതെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നീ ആരുടെ ഗതി കേട്ടിട്ടേ അവിടെ അലയണം, എന്നാൽ തെരുവിൽ അലയണം, എന്നാൽ മാത്രം ജീവിതം എന്താ നീ പഠിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയേണ്ടത്, അത് അവൾ നമ്മുടെ മോളാണ്, ശിവാനി നമ്മുടെ മോളാണ്, അവൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കാ മാനക്കേട്, ആകെ നാണക്കേടാവും, ഒരു മാനക്കേട് ഞാൻ നോക്കണില്ലേ, ഇവളെ റോഡിൽ തെരുവിൽ തണ്ടണം, എന്നാൽ മാത്രമാണ് ഇവൾ പ്രണവനോട് ചെയ്താൽ ചതിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ ആലോചിക്കുകയാണ്, അത് ശരി, ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തായി നിന്ന് ഭയങ്കര നാണക്കേടല്ലേ, അപ്പോൾ പ്രണവും നിധിയൊക്കെ ഇതറിയും, അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് വേഗം ചെന്നിട്ട് അച്ഛൻ്റെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. കാല് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛ എന്നെ ഇറക്കി വിടല്ലേ അച്ഛാ, ആകെ നാണക്കേടാവും അച്ഛാന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് എൻ്റെ കെഞ്ചാണ് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ബാക്കിലേക്ക് നീങ്ങി പോകുന്നുണ്ട് കേട്ടോ. വിടറി കൈ വിടറി അഭിനയിക്കരുതടി നീ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അമ്മ ശിവാനി ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മേനെ ബാധിച്ചു പോയി, കാല് പിടിക്കില്ലെന്നും സ്വഭാവമില്ലാത്തതല്ലേ, ഇവിടുന്ന് തൽക്കാലം ഇവിടുന്ന് ഇറങ്ങി പോകാതിരിക്കാൻ നോക്കിയല്ലേ പറ്റൂ, എന്നിട്ട് പറയേണ്ട ആൾക്കാർ ആരെങ്കിലും കണ്ട നാണക്കേടാണ് അച്ഛാ, എന്നെ ഇറക്കി വിടല്ലേ അച്ഛാ പ്ലീസ് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ ഇടയ്ക്കിടയ്ക്ക് മെനനിലുണ്ട് കേട്ടോ. അമ്മ പറയുന്നുണ്ട്, ശിവാനി ഒന്നും ചെയ്യില്ല, അവളെ അവളോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെ അങ്ങനെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്, മിണ്ടരുത് എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് അമ്മാവ് ഒട്ടും അടങ്ങണില്ലേ, അമ്മാവൻ പറയുന്നുണ്ട് കേട്ടോ, നീ എന്ത് ചെയ്താലും കാല് പിടിച്ച് കെഞ്ചാലും വേണ്ടില്ല, ഒരു നിമിഷം തന്നെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. ശിവാനി ഇങ്ങനെ കാല് പിടിച്ച് പറയണ്ട കേട്ടോ, ആരെങ്കിലും കണ്ട മാനം പോവച്ചാ വിടരുത്, എന്നെ വറുത്ത് ഇറക്കി വിടരുത് എന്നൊക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ദേഷ്യത്തിൽ കാലും കുഴഞ്ഞ് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ, വിടെന്നും പറഞ്ഞിട്ട് കേട്ടോ. ഒട്ടും വിശ്വാസമില്ല, ഇവള് നാടകമെന്നറിയാലോ. അച്ഛൻ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കിടക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനിയുടെ വിളിക്കൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി, ഇത്രയും കരഞ്ഞ് പറഞ്ഞിട്ടും അച്ഛനെ മാറ്റില്ലെന്ന് കണ്ടപ്പോൾ അച്ഛാന്നുള്ള വിളിക്കൊക്കെ ഷാർപ്പായി തുടങ്ങിയിട്ടോ, അച്ഛാന്നൊക്കെയായി വിളി. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കാല് ശിവാൻ്റെ കയ്യിലാണല്ലോ, എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, എന്താ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോകണല്ലേ, നിങ്ങളെന്നെ പോയി തൊലയെന്നും പറഞ്ഞിട്ട് ഈ കാല് പിടിച്ചിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കാല് പിടിച്ച് പൊക്കിയപ്പോൾ അച്ഛൻ്റെ ബാലൻസ് തെറ്റിയില്ലേ, അമ്മാവൻ അങ്ങനെ തറയിൽ ഇങ്ങനെ മലർന്നടിച്ച് വീണു, തലയിടിച്ച് വീണു കേട്ടോ. ആ വീഴ്ചയും ഈ തള്ളിയിടലും ഒരിക്കലും അമ്മ പ്രതീക്ഷിച്ചില്ല കേട്ടോ. രേണുക എന്നെ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. രേണുക ആകെ കണ്ണും തുറിച്ച് നിൽക്കുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അച്ഛൻ അങ്ങനെ മലർന്നടിച്ച് വീഴുകയും ചെയ്തു, ബോധം പോവുകയും ചെയ്തു.
ശിവാൻ്റെ അമ്മ ഓടിപ്പോയിട്ട് വെള്ളം എടുത്തോടും തളിക്കുന്നുണ്ട്. എന്ത് പണിയാടി നീ കാണിച്ചത്, നീ എന്തായി കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശിവാനി അവിടെ എനിക്കല്ലാണ്ടങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ, പുച്ഛഭാവത്തിൽ നിൽക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛനല്ലടി ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ മോളായിട്ട് അങ്ങനെ കാണില്ല, പിന്നെ ഇപ്പം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എടി ഒരു ആംബുലൻസ് വിളിക്കടി എന്ന് പറഞ്ഞിട്ട് അമ്മ കിടന്ന് പരക്കം പോയാനായിട്ടോ അങ്ങോട്ട് കൂടും. അപ്പോൾ അപ്പോഴും ശിവാനിക്കൊരു എനക്കില്ല. എന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം, അയ്യോ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ വെച്ചിട്ട് രേണുക അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശിവാനി ഉണ്ട് കൂടെ, അച്ഛനാണെങ്കിൽ ബോധം വന്നിട്ടില്ല. അപ്പോൾ അതാണ് അമ്മയ്ക്ക് ഏറെ പേടി, സംസാരത്തിൽ ബോധം പോയില്ലേ. അപ്പോൾ ശിവാനിങ്ങനെ ഉള്ളിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഈശ്വര മരിച്ചെങ്ങാനും പോകും, ഇനിയിപ്പോൾ മരിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊലകുറ്റത്തിന് ഞാൻ അറസ്റ്റിലാവുമല്ലോ, എന്താ ഇപ്പോൾ ഒരു വഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കേണ്ടത് കേട്ടോ. അമ്മ ഇങ്ങനെ ഓളിയിട്ട് ബഹളം വെച്ചിട്ട് ഇങ്ങനെ അച്ഛനെ വിളിച്ചുകൊണ്ടാണ് കേട്ടോ പോകണം. അപ്പോൾ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകണേ. അങ്ങനെ എത്തിയപ്പോൾ ഡോക്ടർ ചോദിക്കുന്നത് എന്ത് പറ്റിയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയേണ്ടത് അത് ബോധമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ശിവാനി എന്ന് പറയുമ്പോഴേക്കും അമ്മേ എന്ന് വിളിക്കും കേട്ടോ ശിവാനി. എന്നിട്ട് പറയുന്നുണ്ട് അതെ ബാത്റൂമിൽ കണ്ണുകൊണ്ട് കാണിക്കും. എന്നിട്ട് പറയും ബാത്റൂമിൽ തലയിടിച്ച് വീണതാന്ന് പറയും കേട്ടോ. അപ്പോൾ തന്നെ ബോധം പോയി, ഡോക്ടർ ഒന്ന് വേഗം നോക്കണേന്ന് പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ശരി വെപ്രാളപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ, എല്ലാം സെറ്റപ്പാക്കിയിട്ട്. അങ്ങനെ ഡോക്ടർ അമ്മാവനെയും കൊണ്ടിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, രേണു ചോദിക്കുന്നുണ്ട് കേട്ടോ ശിവാൻ്റെ അടുത്ത്, എന്ത് പണിയാടി നീ ആളെ താഴെയിട്ടിട്ട് നീ എന്താ പറഞ്ഞേ ബാത്റൂമിൽ വീണതാന്നാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ തള്ളി താഴെയിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാനെന്താ പോലീസ് സ്റ്റേഷനിൽ പോകാനാ, ദേ ആര് ചോദിച്ചാലും ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും ഈ ഒരൊറ്റ മറുപടി പറയാവോ, ബാത്റൂമിൽ വീണിട്ട് പറ്റിയ അപകടമെന്ന് മാത്രമേ പറയാവോ, അതല്ലെങ്കിൽ ഉണ്ടല്ലോ നീതി ആ വരുന്ന അച്ഛന് വന്ന ഗതികേട് നിങ്ങൾക്കും വരും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് അമ്മേനെ. അപ്പോൾ അമ്മ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശിവാനി പറയണതേ അതിൻ്റെ അപ്പുറത്തൊരു ബെഡ് നിങ്ങൾക്കും ബുക്ക് ചെയ്യും, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിച്ചോ, ഞാൻ പറഞ്ഞത് മാത്രമേ എല്ലായിടത്തും പറയാവൂ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ രേണുവയ്ക്ക് ശരിക്കും പറയാച്ച പേടി. അപ്പോൾ രേണുക പറയേണ്ടിയില്ലടി ഞാൻ ആരോടൊന്നും പറയില്ല, അച്ഛനോട് ചെയ്ത ദ്രോഹം എന്നോട് ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശിവാനി ക്രൂരതകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.